പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂൺ മാസം 6-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായി ലോകത്തിൽ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിനായിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നേന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് കൈകളെ ഉയർത്തിപ്പിടിച്ച് പറ. കർത്താവ് ഈ പകലിനെ അങ്ങ് ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവാകിയാൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് എൻ്റെ കർത്താവ് നല്ലവനാകുന്നു. ആമേൻ. 50-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. 23-ാമത്തെ വാക്യം പറയുക, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പെന്നെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുക. അപ്പോൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രമെന്ന് പറയുന്നത് അധര യാഗമാണ്. ആമേൻ. പഴയ നിയമത്തിൽ അവർ കാളകളെയും ആടുകളെയും ഒക്കെ യാഗം കഴിക്കുന്നത്. എന്നാൽ ഈ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് ഇന്ന് നമുക്ക് വേറെ യാഗങ്ങളൊന്നും അർപ്പിക്കണം. നമ്മുടെ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാൽ മതി. കർത്താവേ, അങ്ങ് എനിക്ക് ചെയ്ത നന്മകൾക്കായി സ്തോത്രം, അങ്ങനെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ എല്ലാവരും പോയ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തിയതിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് കർത്താവേ, കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരാഴ്ചക്കാലം അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, കുടുംബമായി പരിപാലിച്ചതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അങ്ങ് സംരക്ഷിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളെ അങ്ങ് സൂക്ഷിച്ചതിന് സ്തോത്രം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങ് പരിപാലിച്ചതിന് സ്തോത്രം. കർത്താവെ, ഈ പോയ ആഴ്ച എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്, അങ്ങയുടെ കൃപയല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പോയ ഒരാഴ്ച ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തന്നതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങളെ തന്നതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് പാർക്കാൻ ഭവനങ്ങൾ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അമേൻ അമേൻ. കർത്താവെ, പോയ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്നലത്തെ സഭായോഗം അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുക. അവൻ നല്ലവനാകുന്നു, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം, അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്നവനാകിയാൽ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ മേലും വലിയ ദൈവസാന്നിധ്യത്തെ പകരണമേ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ അവർ വാഹനത്തിലായിരിക്കാം, ഒരുപക്ഷെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നത് അവരുടെ ഭവനത്തിലിരുന്ന് കേൾക്കുകയായിരിക്കും. അവർ ആ കേൾക്കുന്നിടത്ത് അങ്ങയുടെ അസാധാരണ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഭവിക്കട്ടെ. അവരുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ മാറട്ടെ, അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറട്ടെ, അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആമേൻ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ചലഞ്ചസുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ദൈവിക മിറക്കിൾ, ആമേൻ, ഗോഡ്ലി ആമേൻ ഡിവൈൻ മിറക്കിൾസ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എന്തെങ്കിലും രോഗത്താൽ അവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ ആമേൻ. ദൈവിക ആരോഗ്യം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ, ദൈവിക സന്തോഷമുണ്ടാകട്ടെ. ആമേൻ. അങ്ങയുടെ സ്പെഷ്യൽ ഗ്രേസ് ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കട്ടെ. ആ പ്രത്യേക കൃപ ഇവർ അനുഭവിച്ച് ജീവിപ്പാൻ ഈ പകൽക്കാലം കർത്താവ് ഇടവരുത്തണം. കുടുംബാംഗങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ ഇരിക്കണം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് നാളത്തെ ലോകവ്യാപകമായി നടക്കുവാണ് സഭായോഗങ്ങൾ അനുഗ്രഹ സമ്പൂർണ്ണമായി തീരണം.
കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരുത്തണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിലുവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അസാധാരണമായി തീരട്ടെ. ഈ മാസത്തിൻ്റെ പ്രത്യേകത ദ മന്ത് ഓഫ് സ്പെഷ്യൽ ഗ്രേസ്. അപ്പോൾ പ്രത്യേക കൃപ എല്ലാ കാര്യങ്ങളിലും അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരട്ടെ. ഈ 6-ാമത്തെ മാസത്തിൻ്റെ 6-ാം തീയതി കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായി വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നു കളഞ്ഞ കാലങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ആൻഡ് ഇംഗ്ലീഷിൽ പറഞ്ഞ ആൻഡ് ഐ വിൽ റിസ്റ്റോർ യു ദ ഇയേഴ്സ്. അതായത് നഷ്ടമായി പോയ കാലങ്ങളെയും സമയങ്ങളെയും മടക്കിത്തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഈ ജോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇത് തൻ്റെ ആ കാലഘട്ടത്തിൽ ആ ജനം ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അവരുടെ കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ ഭൂമി നിഷ്ഫലമായി തീർന്നു. ജനമാകെ നിരാശപ്പെട്ടിരിക്കുന്നു. ആ സമയത്താണ് അവർക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം തരുന്നത്, ഐ വിൽ റീസ്റ്റോർ, ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടോ, ഹല്ലേലൂയ, അതൊക്കെ യഥാസ്ഥാനപ്പെടുത്തും എന്നാണ് പറയുന്നത്. മനുഷ്യൻ പറയും കഴിഞ്ഞു എന്ന് പറയും, പക്ഷേ കർത്താവ് പറയും ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. ഡോക്ടർമാർ പറയും ആ അവയവം പോയി, ബാങ്കുകാർ പറയും അത് നിങ്ങൾക്ക് നഷ്ടമായി. പക്ഷേ കർത്താവ് പറയുക ഞാൻ നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്തി തരുന്ന ദൈവം. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ, നഷ്ടമായി പോയ ബന്ധങ്ങളെ, നഷ്ടമായി പോയ സാമ്പത്തിക സ്ഥിതിയെ, നഷ്ടമായി പോയ ആരോഗ്യത്തെ, നഷ്ടമായി പോയ സമാധാനത്തെയും സന്തോഷത്തെയും, നഷ്ടമായി പോയ കാലങ്ങളെ കർത്താവ് എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്തി തരും, റീസ്റ്റോർ ചെയ്തു തരും. ഇന്ന് പ്രഭാതത്തിൽ ഈ 6-ാം മാസത്തിൻ്റെ 6-ാം ദിവസത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായി പോയിട്ടുണ്ടോ, എന്തൊക്കെ നന്മകൾ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടോ, അതെല്ലാം മടക്കി ലഭിക്കുന്ന യഥാസ്ഥാനപ്പെടുന്ന ഒരു കാലമായി തീരട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ എല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഇരട്ടിയായി മടക്കി കിട്ടട്ടെ. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നവോമി അവൾക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അവൾക്ക് 2 മക്കളെ നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്തവളായി അവൾ തിരിച്ച് ബേത്ലഹേമിലേക്ക് വന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? രൂത്തിലൂടെയും ബോവാസിലൂടെയും അവളെ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ഒരു വലിയ റീസ്റ്റോറേഷൻ സംഭവിക്കുന്ന ദിവസമായി മാറട്ടെ. യോഹന്നാന്റെ പുസ്തകം 21-ാം അധ്യായം 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നു. 3 പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു, പക്ഷേ അതുകൊണ്ട് തീർന്നില്ല, പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ മുടിയൻ പുത്രൻ എന്നൊക്കെ പറയുന്നത് ആ ചെറുപ്പക്കാരനെ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വലിയ റീസ്റ്റോറേഷൻ ഈ ദിവസം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ട് കർത്താവ് എന്നെ റീസ്റ്റോർ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, യഥാസ്ഥാനപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവന് നമ്മുടെ ബലഹീനതകളെ അറിയാം, നമ്മുടെ ഇടിഞ്ഞ ഭാഗങ്ങൾ അറിയാം, തകർന്ന ഭാഗങ്ങൾ അറിയാം, എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നറിയാം. ആമേൻ. അതുകൊണ്ട് കർത്താവിന് അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കുക. കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുവാൻ മതിയായവന്. കർത്താവിൻ്റെ മുമ്പിൽ സാഹചര്യങ്ങളോ സിറ്റുവേഷനുകളോ ഒന്നും ഒരു കാര്യവും ബാധകമല്ല. കർത്താവ് റീസ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന കാര്യം എനിക്ക് നഷ്ടമായി പോയി, അതങ്ങ് റീസ്റ്റോർ ചെയ്ത് തരണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കാത്തിരിക്കണം. വിശ്വാസത്തോടെ ഫെയ്ത്ത്ഫുള്ളായി കാത്തിരിക്കണം. ഹല്ലേലൂയ. അതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഡിസ്കറേജ്മെൻറ്റ് വരും, നെഗറ്റീവായ തോട്ടുകൾ വരും. പക്ഷേ നെഗറ്റീവ് കൺഫെഷൻ വായിൽ നിന്ന് വരല്ലേ, കൺഫ്യൂഷൻസ് വരല്ലേ, അനാവശ്യമായ വാക്കുകൾ വരരുത്. ദൈവം പറയണം കർത്താവ് എന്നെ യഥാസ്ഥാനപ്പെടുത്തും, കർത്താവ് എന്നെ യഥാസ്ഥാനപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യണം? മുന്നമേ തന്നെ കർത്താവിന് അങ്ങ് നന്ദി പറയണം. മുന്നമേ തന്നെ കർത്താവിന് നന്ദി പറയണം. മുന്നമേ തന്നെ കർത്താവിന് നന്ദി പറയണം. ഈ 6-ാം മാസത്തിന് 6-ാം ദിവസം ഈ സന്ദേശങ്ങൾക്ക് നിങ്ങളെ നോക്കി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക, ഇന്ന് കർത്താവ് നിങ്ങളെ സന്ദർശിക്കുന്ന ദിവസമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായി പോയോ, ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടു പോയോ, എവിടൊക്കെ അനുഗ്രഹങ്ങൾ താമസിച്ചു പോയോ, ഏതൊക്കെ ഏരിയയിൽ തകർച്ചകൾ അനുഭവിച്ചോ, അവിടെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. എൻ്റെ കർത്താവ് റീസ്റ്റോർ
ചെയ്യുന്നു. അവൻ നിങ്ങളുടെ സന്തോഷത്തെ റീസ്റ്റോർ ചെയ്യട്ടെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ, നിങ്ങളുടെ ആത്മീക അഗ്നിയെ, നിങ്ങളുടെ സ്പിരിച്വൽ ഫയറിനെ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ റിക്കവർ ചെയ്യും. അതിനകത്തൊരു വലിയ റീസ്റ്റോറേഷൻ സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ചിലർക്കൂടെ അയച്ചു കൊടുക്കുക. അതൊരു കർത്താവിൻ്റെ വേലയുടെ ഭാഗമാണ്. ഇന്നലെ അയച്ചതിനേക്കാൾ അധികം ആളുകൾക്ക് അയക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നമ്മുടെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നവൻ, ആമേൻ, റീസ്റ്റോർ ചെയ്യുന്നവൻ. ഇന്ന് പകൽ വലിയൊരു റീസ്റ്റോറേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും.